ഞാൻ പഠിച്ച് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു ഊഹാഭോഹങ്ങളൊന്നല്ല. അപ്പോൾ ഇതിനെ തനിക്കാക്കി വെടുക്കാക്കുക എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും കുറച്ച് ആൽബങ്ങൾ ചെയ്യുന്നു എന്ന വ്യാജേന ഇവരിതിൻ്റെ അകത്ത് കടന്നുകൂടി കരുതിക്കൂട്ടി നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളെ കോമഡി വൽക്കരിച്ചും അശ്ലീലങ്ങൾ കലർത്തിയും ഒക്കെ ഇതിനെ താഴോട്ട് കൊണ്ടുവരാൻ അതിൽ ഡയറക്ടേഴ്സിന് പങ്കുണ്ട്. അതായത് നല്ലപോലെ കുടുംബങ്ങൾ ഇരുന്ന് ആസ്വദിച്ച നല്ല കഥകൾ പോകുന്നിടത്തിൽ മസാല ചേർത്തുള്ള ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. മനസ്സിലായി? നടിമാർക്ക് തുണിയൊക്കെ കുറച്ചിട്ടുള്ള കുറച്ച് ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഡയറക്ടർക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഡയറക്ടർമാർക്ക് പങ്കുണ്ട്, പ്രൊഡ്യൂസർമാർക്ക് പങ്കുണ്ട്, കലാകാരന്മാർക്ക് നല്ല പങ്കുണ്ട്. അസൂയ മൂത്ത് പ്രാന്തായിട്ട് അത് ഒരു കോക്കസാണ്. അവരിപ്പോൾ രണ്ടാമത് ഈ ജനറേഷൻ ആൽബങ്ങളെ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പം അണിയറയിൽ പണി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്ന് പഴയ പോലെയല്ല. ഓഡിയൻസിന് നല്ല വിവരം വെച്ചു തുടങ്ങി. ക്വാളിറ്റി ഉള്ള സാധനം ഏതാണെന്ന് അറിയാനും പിന്നെ നമ്മൾ ആ കാലത്തെ ആളുകളുടെ മൈൻഡിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവർ കൊള്ളാം എന്നുള്ള ലെവലിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അന്ന് അതിനെ അസൂയ കൊണ്ട് പൈങ്കിളിയെന്ന് പറഞ്ഞ അവൻ ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അവൻ്റെ അഭിപ്രായം എനിക്ക് കിയാമെന്നാൾ വരെ മാറാൻ പോകുന്നില്ല. ഇനി അവൻ്റെ പുറയുള്ള കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ അന്തസ്സോടെ നെഞ്ചും പിരിച്ച് നിന്ന് ഞാൻ പറഞ്ഞു ഇതേ ചോദ്യം നമ്മുടെ MP ഷാഫി ഇങ്ങനെ പറയായിരുന്നു. കാലം കടന്നും ഷാഫിഖാൻ്റെ പാട്ടുകൾ ഇങ്ങനെ ആളുകൾ എടുത്ത് പാടുന്നുണ്ടെങ്കിൽ അത് ചെറിയ സ്ട്രഗിളൊന്നല്ല അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക, എഫേർട്ട് ഭയങ്കര അങ്ങനെ പറഞ്ഞപ്പം മറുപടി പോലെ ഞാനിങ്ങനെ പറയായിരുന്നു. എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഇതിനെ ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആവേശം പുറത്തോ ലഹരിപ്പുറത്തോ ഒന്നുമല്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് അർപ്പണബോധത്തോടു കൂടി നമുക്ക് ചോറ് തരുന്നൊരു മേഖലയും കൂടിയായി ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയ അവരോടുള്ള ഉത്തരവാദിത്വം, നാടിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നൊരു കലാകാരനാണെന്നുള്ള ബോധം. കാരണം തിരിച്ച് നാട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നീ എന്താ നമ്മളെ നാട്ടിനെ പറയിപ്പിക്കുന്നതെന്ന് ഇന്ന് വരെ ഒരു കൊയിലാണ്ടി കൊല്ലത്തുനിന്ന് എന്നോടൊരുത്തരും ചോദിച്ചിട്ടില്ല. കാരണം അതിനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അത് അവരെ നാട്ടുകാരോട് ചോദിക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ പേര് സ്റ്റാമ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് പറിച്ച് കളയാൻ ഇപ്പോൾ രണ്ടാമത് കച്ച കെട്ടിയല്ലേ ഇനി മൂന്നാമത് കച്ച കെട്ടി ഇവർ വന്നിട്ടും കാര്യമില്ല. കാരണം അവരൊക്കെ പാരമ്പര്യം ഇത് ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് അവർക്കുള്ള കാലം കൊടുത്ത മറുപടി. അത് ഞാനന്ന് പറഞ്ഞു, നിൻ്റെയൊക്കെ പേരക്കുട്ടികൾ ഇന്നിരുന്ന് നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്. അന്ന് ഈ പൈങ്കിളി പാട്ട് എന്ന് പറഞ്ഞു. ഇപ്പം പണ്ട് ഞാൻ പല ഇൻ്റർവ്യൂസിനും കേട്ടിട്ടുണ്ട്. ഇപ്പം ബണ്ണ് ചൂടുവെള്ളത്തിൽ മുക്കി കഴിച്ച് വിശപ്പടക്കി പഴയ തുടക്കകാലം. ആ തുടക്കകാലത്തെ സ്ട്രഗിളിൽ നിന്ന് പിന്നീടൊന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നു, സ്വന്തം ഇരിക്കാനൊരു കസേര കിട്ടുന്ന സ്റ്റേജിലേക്ക് എത്തുന്നു കരിയർ. അതിന്ന് റിലാക്സ് ആയി എസ്റ്റാബ്ലിഷ് ആയി നമ്മൾ ആ സ്ട്രഗിളിംഗ് സ്റ്റേജിൽ നിന്നൊക്കെ മാറി. പിന്നീട് ഒരു 3-4 വർഷം പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു മേഖല ഡൗൺ ആയി പോകുന്നു. ഈ സമയത്ത് വീണ്ടും ഇങ്ങനൊരു തിരിച്ചുവരവ് വരുന്നു. ഇപ്പൊ റീ എൻട്രി എനിക്ക് തോന്നുന്നു സ്റ്റാർ മാജിക് സമയമൊക്കെ ആയിരിക്കും തോന്നുന്നു അല്ലേ? ഇങ്ങനൊരു തിരിച്ചുവരവ് ഉണ്ടാകും, ഈ ഒരു മേഖലയിൽ വീണ്ടും പാട്ടുകൾ ഉണ്ടാവും. ആ ഒരു സ്ട്രഗ്ലിംഗ് വീണ്ടും രണ്ടാമത് വന്ന ആ ഒരു ഗ്യാപ്പ് സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിലെ ചിന്ത, എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. ഗ്യാപ്പുള്ള, അതായത് നമുക്ക് CD മാർക്കറ്റിംഗ് കാര്യങ്ങളും അല്ലെങ്കിൽ CD മേക്കുന്ന പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ലാതായി. കമ്പനികളെല്ലാം പല കടകളൊക്കെ അടിച്ചു പൂട്ടിയല്ലോ. പലരും വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു. മാർക്കറ്റിംഗ് കമ്പനികളിലെ മേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ സീരിയലിനും സിനിമക്കൊക്കെ പിന്നാലെ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. നമ്മളെ പഴയ ആൽബമൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാത്ത ആൽബം ഒന്നും ചെയ്തു പറയാം, ഇപ്പം ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ നമ്മൾ വലിയ പൈസ വാങ്ങാതെ കല്യാണ പരിപാടിക്ക് അതിന് ഇതിനൊക്കെ പോയിട്ട് വേറെ ട്രെൻഡിങ് ആയ പാട്ടൊന്നും പാടാൻ നിന്നില്ല. ഈ സ്റ്റാർ മാജിക്കിലടക്കം ഞാൻ എത്തിയിട്ട് ഞാൻ ചെയ്തത് എന്താണ്, അവിടെയും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. തല്ലുമലയിൽ അവസരം കിട്ടിയപ്പോൾ വേഗം അതിനകത്തും നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ സൂര്യകാ മനസ്സിൽ സലീമിൻ്റെ പാട്ട് വന്നു. അങ്ങനെ തുടർന്നങ്ങ് പോയത്. കാരണം ഞാൻ അപ്പോഴും നെഞ്ചോട് ചേർത്ത് എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ വർക്കിനെ പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നപ്പോഴാണ് ഏറ്റവും വലിയ പണിയായത്. അത് ഭയങ്കര ഭീകരമായ പണിയായിപ്പോയി. ആ സമയത്ത് 800 രൂപ ദിവസക്കൂലിക്ക് മറ്റേ ഇവിടെ പോയി ടെക്സ്റ്റൈൽസിൽ എൻ്റെ സുഹൃത്തിൻ്റെ. പിന്നെ അപ്പോൾ ഒരുത്തൻ വന്ന് ഞാനിതൊക്കെ ചുരിദാറൊക്കെ മടക്കി വെക്കുന്നത് അറിയാവുന്ന പണിയാണ്, പണിക്ക് പോണ്ടേ കുട്ടികൾ. അല്ലാതെ മറ്റുള്ളവനോട് വിളിച്ചിട്ട് എടാ വർക്കൊക്കെ കുറവാണ്, നീ ഒരു 5000 രൂപ ആക്കിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ ശീലമേ ഇല്ല.
ഞാൻ പണിക്ക് പോകണം, നമുക്ക് ആഫിയത്തുണ്ടല്ലോ, ആരോഗ്യമില്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ അത് അന്തസ്സോട് കൂടിയാണ് പറയുന്നത്, അതൊരു തകർച്ചയായിട്ടോ ഇതൊന്നായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഇതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു ചങ്ങായി വന്നിട്ട് ഭയങ്കര നമ്മളെ പാട്ടിന് ഭയങ്കര ആരാധനയോടെ കാണുന്നവരൊക്കെ ഉണ്ടാവും. ഒളിച്ച് നിന്ന് ഞാനിത് മടക്കുന്നത് അതിലൂടെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ അവനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിലുള്ളവരൊക്കെ വിളിച്ച് നീ എന്ത് പണിയാ കാണിച്ച്, നീ എങ്ങനെ അങ്ങനെ പോവാൻ? ഞാൻ ചോദിച്ചു ഞാൻ പോയാൽ ഞാൻ എന്താ മഹാരാജാവോ? ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ പണ്ടും പണിക്ക് പോയിട്ടുണ്ട്, നാളെ ഇതില്ലാണ്ടായാലും ഞാൻ വേറെ പണിക്ക് പോകും, പണിക്ക് പോകണ്ടേ? അപ്പോൾ കൊറോണ കാലത്ത് മാത്രമാണ് നമ്മൾ അങ്ങനെ പെട്ടിട്ടുള്ളൂ. മറ്റേ സി ഡി വിപണനം ഇല്ലാതായതോടുകൂടി നമുക്ക് വർക്കില്ല എന്നേ ഉള്ളൂ. ഇതുണ്ട്, ഗാനമേളകളുണ്ട്, കല്യാണ പരിപാടി എപ്പോഴും ഉണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. കാരണം ആജ്ഞാപിക്കലില്ല. പുറത്ത് നിന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ നീ മറ്റേത് പാടറാ അതൊന്നും പറയില്ല. കല്യാണ വീട്ടിൽ വളരെ ക്യൂട്ടായിട്ട് വളരെ നല്ല രസത്തിൽ നമുക്ക് നമ്മളിഷ്ടമുള്ള പാട്ടൊക്കെ പാടി അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് അവരെയും കൂടെ പാടിച്ച് അങ്ങനെയൊക്കെ പോവുക. ആ കാലം അങ്ങനെ കടന്നുപോയി. ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എന്നെക്കാൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് പിന്നെ എന്നും ഇല്ലെങ്കിൽ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ. എന്നെക്കാൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടുകൊണ്ട് പല വലിയ വലിയ പദ്ധതികളും തുടങ്ങി വെച്ച, വീടിൻ്റെ പണി തുടങ്ങി വെച്ചവർ, വണ്ടി ലോണിനെടുത്തോള് ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിട്ടുണ്ട്. ഇത് പിന്നെ പലരും ഗൾഫിലേക്കൊക്കെ പോയി, അങ്ങനെ പലരും ഇപ്പം പല സ്ഥലത്തുനിന്നും കാണാറുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഓളം വീണ്ടും കണ്ടപ്പോൾ തെറ്റില്ല, ഒരു വർക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ള ലെവലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റിലായി. ഇപ്പോൾ പണ്ടത്തെ പോയ കാലത്ത് ഒരുപാട് കലാകാരന്മാരെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള പുതിയ കലാകാരന്മാർക്ക്, സ്റ്റേജ് സിംഗേഴ്സിന്, സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് വരെ ഉള്ളൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത്, പെട്ടെന്ന് എല്ലാവരും കുടുംബത്തെ നന്നായി നോക്കി വീടൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കുന്നുണ്ട്. അതിൽ നമ്മൾ പുതിയ കലാകാരന്മാരെ തിരിച്ചറിവ്, അത് പോയ കാലത്തെ ഉള്ള ആളുകളിൽ നിന്ന് കിട്ടിയ പാടാണ്. ഒന്നുമില്ല, പ്രശസ്തി മാത്രം, ഫെയിം മാത്രം വെച്ച് പോയ എത്ര പ്രശസ്തർ, ലെജൻഡറി മ്യൂസീഷ്യന്മാർ ഒന്നുമില്ലാണ്ടായിപ്പോയി. ഫെയിം മാത്രം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ വൈകിയായിരിക്കും. അതെ. പിന്നെ ഇന്നത്തെ അത്ര സാധ്യതകളും ഇന്നത്തെ അത്ര പേയ്മെന്റും കാര്യങ്ങളൊന്നും അന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഗീതത്തിനെ പറ്റി വലിയ അറിവില്ലാത്ത ഒരു ചോദ്യമായിട്ട് കരുതണം. സിനിമാ പാട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകം, പിന്നീട് വരുന്ന ലളിതഗാനം അല്ലെങ്കിൽ നമ്മളുടെ ആൽബം സോങ്, ഇപ്പം റാപ്പ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, പല പേരുകളിലാണ്. പക്ഷെ സാധാരണക്കാരെ നോക്കുമ്പം എല്ലാം പാട്ടാണ്. ശരിക്കും ഇപ്പോൾ ഷാഫി നടന്ന വഴികളിലുള്ള ഈ ആൽബം സോങ്സ് എന്ന് പറയുന്ന അതേ ക്രിയേഷൻ തന്നെയല്ലേ ഇപ്പം വേടൻ ചെയ്യുന്നത്. വേടൻ്റേതായ സംഗീതത്തിൽ വേടൻ എഴുതി വേടൻ പാടുന്നു, ഷാഫിയുടെ സംഗീതത്തിൽ ഷാഫി എഴുതി ഷാഫി പാടുന്നു. അപ്പം അത് ആൽബം സോങ്ങും മറ്റേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായി മാറുന്നതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഒന്ന്, വേടൻ്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റ് പോപ്പ് സിംഗേഴ്സിനെ അല്ല പറയട്ടെ, അല്ല ഞാൻ അയാളെ വേറിട്ട് പറയും. വേടൻ്റെ പാട്ട് അവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പറയാൻ പേടിയുള്ളതിനെ ഒരു കിടിലൻ മീഡിയ കൂടെ, പാട്ടിലൂടെ. നമ്മൾ പണ്ട് പഴത്തിനകത്ത് ഗുളിക വെച്ചിട്ട് നമ്മളെ പെറ്റ്സിന് കൊടുക്കും. ഞാൻ ആടിനെ പോറ്റിയോണ്ട് എനിക്കറിയാം. നമ്മളൊരു ഗുളിക കൊടുക്കാൻ ഇത് നേരിട്ട് കഴിക്കാത്തതുകൊണ്ട് പഴത്തിനകത്ത് വെച്ചിട്ട് അങ്ങ് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പണ്ട് കൊടുത്തു ഞാൻ കേട്ടിട്ടുണ്ട്, അത് അപകടമാണ്. അപ്പോൾ അതുപോലെ പാട്ടിനകത്തൂടെ കിട്ടുന്ന ഒരു ഊർജം പ്രസംഗത്തിലൊന്നും കിട്ടൂല. വേടൻ പറയുന്ന അവൻ ചെറിയ ചെറിയ പ്രായക്കാരനാണ്. ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒക്കെ പ്രായത്തിലെത്തുമ്പോഴത്തേക്ക് ആളൊരു വലിയ സാംസ്കാരിക തലത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇപ്പം അവൻ്റെ പ്രായത്തിൻ്റെ ചാബല്യത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കും നോക്കി ആളുകൾ ഭൂതക്കണ്ണാടിയും വെച്ചിരിക്കണ്ട. നിങ്ങൾ ഈ മഹാന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ അവൻ്റെയൊക്കെ പ്രായത്തിൽ അതിനേക്കാൾ വലിയ കുരുത്തക്കേട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മഹാസംഭവങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ സ്വഭാവ ശുദ്ധി നോക്കിയിട്ടാണ് അവരുടെ പ്രതിഭകൾ സ്വീകരിച്ചതെങ്കിൽ, അവരുടെ സൃഷ്ടികൾ സ്വീകരിച്ചതെങ്കിൽ ഒരു വസ്തുവിന് കൊള്ളൂല. സൃഷ്ടികളല്ലാതെ വ്യക്തിത്വം ഞാനിത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേടനെ നിങ്ങൾ പേഴ്സണലൈസ് ചെയ്തിട്ട് അവൻ്റെ സ്വഭാവം വെച്ചിട്ടൊന്നുമല്ല വിലയിരുത്തേണ്ട.